ഗുരുതരമായ ആരോഗ്യ ഭീഷണി ഉയർത്തി വ്യാജമരുന്നുകൾ വ്യാപകമാകുന്നു. സംസ്ഥാനത്തെ മരുന്ന് വ്യാപാര മേഖലയിലെ മത്സരവും വിലക്കുറവ് പ്രദർശിപ്പിച്ചുള്ള വിപണന തന്ത്രങ്ങളുമാണ് വ്യാജമരുന്നുകളുടെ വ്യാപനത്തിന് കളമൊരുക്കുന്നത്. കമ്പനി നൽകുന്നതിനേക്കാൾ അധിക ലാഭം നൽകി മരുന്നുകൾ എത്തിക്കുന്ന കേരളത്തിന് പുറത്തുള്ള ചില സബ് സ്റ്റോക്കിസ്റ്റുകളാണ് വ്യാജ മരുന്ന് വ്യാപനത്തിന് പിന്നിൽ. യഥാർത്ഥ മരുന്നിനൊപ്പം കമ്പനിയുടെ അതേ പേരിലും ബ്രാൻഡിലും നിർമ്മിച്ച ഗുണനിലവാരമില്ലാത്ത വ്യാജ മരുന്നുകൾ കടത്തിവിട്ടുവെന്നാണ് സംശയം. ബിൽ സഹിതം ഏത് സംസ്ഥാനത്തു നിന്നും മരുന്നുകൾ കൊണ്ടുവരാവുന്നതും ഇവ വിപണിയിൽ എത്തുന്നതിന് മുൻപ് ഗുണനിലവാര പരിശോധന നടത്താത്തതുമാണ് ഇവർ പഴുതാക്കുന്നത്. വിവിധ മരുന്നുകളുടെ 85,000-ന് മുകളിൽ ബാച്ചുകളാണ് പ്രതിവർഷം കേരളത്തിൽ വിൽക്കുന്നത്. എന്നാൽ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഉദ്യോഗസ്ഥർ കുറവായതിനാൽ പ്രതിവർഷം 12,000-ഓളം ബാച്ചുകൾ മാത്രമാണ് പരിശോധിക്കുന്നത്. വിവരാവകാശ രേഖകൾ പ്രകാരം 2011 മുതൽ 2021 ഓഗസ്റ്റ് 10 വരെ കേരളത്തിൽ നടന്ന പരിശോധനകളിൽ 1167 ബ്രാൻഡഡ് മരുന്നുകളും 467 ജനറിക് മരുന്നുകളും ഗുണനിലവാരമില്ലാത്തതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 5 ജില്ലകളിൽ നിന്ന് മാത്രം 5.2 കോടി രൂപയുടെ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ പിടികൂടി. ഇവയിൽ ഭൂരിഭാഗവും ഡിസ്കൗണ്ട് കച്ചവടത്തിനായി കൊണ്ടുവന്നതാണ്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഉടനടി ചെയ്യേണ്ടത് കുറെ നാളായി കഴിക്കുന്ന മരുന്ന് ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ അവ കഴിക്കുന്നത് തൽക്കാലം നിർത്തിവെക്കുക. മരുന്നിന്റെ ഗുണനിലവാരത്തിലോ നിറത്തിലോ ആകൃതിയിലോ പാക്കേജിങ്ങിലോ വ്യത്യാസം തോന്നിയാൽ അവ കഴിക്കരുത്. എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ തോന്നിയാൽ ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടതാണ്. നീതി, മാവേലി, കാരുണ്യ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ ഒഴികെയുള്ള ഡിസ്കൗണ്ട് പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ ശ്രമിക്കരുത്. ഓൺലൈനായി മരുന്നുകൾ വാങ്ങി കഴിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.